8. മഹത്തായ മനുഷ്യജന്മം. ശ്രീമഹാഗണപതിക്ക് വന്ദനം. സരസ്വതീദേവിക്കും ശ്രീഗുരുമഹാരാജിനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീസായി ഈശ്വരന്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയന്റെ പ്രണാമം. ദിവസം പുലരുന്നു, അസ്തമിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കൊഴിയുന്നതിനൊപ്പം ജീവിതവും കടന്നുപോകുന്നു. അമൂല്യമായ ജീവിതത്തിന്റെ പകുതിയോളം ഉറങ്ങിത്തീർക്കുകയാണ് നമ്മൾ. ഉണർന്നിരിക്കും വേളയിൽ ശാന്തിയോ സുഖമോ അനുഭവിക്കുന്നുമില്ല. കളിയിൽ മുഴുകി ബാല്യമകന്നു, തരുണിയിൽ സക്തനായി താരുണ്യം പൊലിഞ്ഞു. വാർദ്ധക്യത്തിൽ രോഗാദികൾ കാത്തിരിക്കുകയാണ്. കഴിക്കുക, ശരീരം പുഷ്ടിപ്പെടുത്തുക, വിഷയസുഖം നുകരുക, പിന്നെ ജീവനൊടുങ്ങുന്നവരെ ഈ ശരീരം ചുമക്കുക. അതിനാണോ മനുഷ്യജന്മം? അല്ല, ഒരിക്കലുമല്ല. ഭഗവാനെ സാക്ഷാത്കരിക്കുക, അതിനുവേണ്ടി മാത്രമാണ് ജന്മം. അതിനു കഴിഞ്ഞില്ലെങ്കിൽ നായയുടെയും പന്നിയുടെയും മനുഷ്യന്റെയും ജീവിതം തമ്മിൽ എന്തു വ്യത്യാസം? നായ് വയറു നിറയുവോളം തിന്നും, സന്തതികളെ ജനിപ്പിക്കും. ഇത്രയുമേ മനുഷ്യനും ചെയ്യുന്നുള്ളൂവെങ്കിൽ മനുഷ്യജന്മത്തിന്റെ മഹത്വമെന്ത്? ആലോചിക്കൂ. ഞാനാറ്? എവിടെ നിന്നു വന്നു? എവിടേക്ക് പോകുന്നു? എന്തിനു ഞാൻ ജനിച്ചു? ഇതിനെല്ലാം ഉത്തരം ലഭിച്ചവനത്രേ ജ്ഞാനി. ഈ ജ്ഞാനം നേടുന്നതിനു വേണ്ടിയാണ് ഈ മനുഷ്യജന്മം. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം ഇവ നാലും എല്ലാ ജീവജാലങ്ങൾക്കുമുള്ളതുതന്നെ. പക്ഷേ മനുഷ്യജീവിക്കു മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അവന് ഈശ്വരത്വം നേടാം. അതുകൊണ്ടാണ് ദേവന്മാർ പോലും ദുർലഭമായ മാനവജന്മം കൊതിക്കുന്നത്. ദീപം പോലെയാണ് മനുഷ്യശരീരം. ദീപം ശ്രദ്ധിക്കുക. നാം ആദ്യം കാണുന്ന ദീപവും അവസാനം കാണുന്ന ദീപവും ഒന്നല്ല. ഓരോ നിമിഷവും പുതിയ ജ്വാലയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ എണ്ണ വറ്റുന്നതും. പക്ഷേ അക്കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഒരിക്കലും പെടുന്നില്ല. അതുപോലെ ഈ ശരീരത്തിൽ ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകൾ അനുനിമിഷം മാറി മാറി കടന്നുപോകുന്നു. നിരന്തരമായ ആ മാറ്റത്തെക്കുറിച്ച് നാം അപ്പോൾ ബോധവാന്മാരല്ല. എന്താണീ ശരീരം? ഒരു മാലിന്യഭാണ്ഡം. മലം, മൂത്രം, കഫം, പഴുപ്പ്, തുപ്പൽ ഇതൊക്കെയല്ലാതെ മറ്റെന്താണ് ഇതിനുള്ളിൽ? ഇതെല്ലാം പുറത്തുപോകാനുള്ള ചാലാണ് ഈ ശരീരം. രോഗാദിക്ലേശങ്ങളുടെ സംഭരണശാലയല്ലേ ഈ ശരീരം? ആലോചിച്ചു നോക്കൂ. ഇത് അസ്ഥികൊണ്ടും ചർമ്മം കൊണ്ടും നിർമ്മിച്ചൊരു പാത്രമല്ലേ? മലമൂത്രങ്ങളുടെ ഒരു കുഴിയല്ലേ ഇത്? ചർമ്മം, മാംസം, രക്തം, പേശി, കൊഴുപ്പ്, മജ്ജ, ഗുഹ്യം, മലദ്വാരം എന്നിങ്ങനെ മനം മടുപ്പിക്കുന്ന ഭാഗങ്ങൾ ചേർന്നതല്ലേ നൈമിഷികമായ ഈ ശരീരം? അത്രയുമോ? സദാ ഈ ശരീരവും പേറി മരണത്തെയും ഭയന്ന് സമയം തള്ളിനീക്കുകയാണ് നമ്മൾ. ആയുസ് എത്ര നീട്ടിക്കിട്ടിയാലും ഒരിക്കൽ മരിച്ചേ തീരൂ. ഈ ദയനീയാവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ ഒരു വഴിയേയുള്ളൂ: ഭഗവാനെ സ്മരിക്കുക, ഋഷിച്ചരിതം കേൾക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന സമയം മാത്രമാണ് ശരിയായി ഉപയോഗിച്ച സമയം, മറ്റേതെല്ലാം പാഴാക്കിയ സമയം. അപ്പോഴെന്താണൊരു വഴി? വഴിയുണ്ട്. ശരീരത്തെ തഴുകി താലോലിക്കേണ്ട. അതുപോലെ തന്നെ തീരെ അവഗണിക്കുകയുമരുത്. കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നയാൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ കുതിരയെ എങ്ങനെ ഉപയോഗിക്കുന്നുവോ, ശ്രദ്ധിക്കുന്നുവോ, അതുപോലെ ഈശ്വരദർശനം നേടുന്നതിനായി ഈ ശരീരത്തെ ഉപയോഗിക്കുക. അത്രമാത്രം മതി. എത്രയോ ജന്മങ്ങളിലെ നരകയാതനകളും സുഹൃതങ്ങളും കൂടി ചേർന്ന് പാപ പുണ്യങ്ങൾ സമമായപ്പോൾ ഈശ്വരകൃപയാൽ മാത്രം സിദ്ധിച്ചതാണ് ഈ മനുഷ്യശരീരം. അത് പാഴാക്കരുത്. മഹാഭാഗ്യം കൊണ്ട് സിദ്ധിച്ചതാണ് ഈ മനുഷ്യജന്മം. അതിൽ തന്നെ പൂർവ്വസുഹൃതവിശേഷത്താൽ ബ്രാഹ്മണനായി ജനിക്കുന്നു. ഇതിലൊക്കെ പ്രാധാന്യമേറിയ കാര്യമാണ് സായിതൃപാദങ്ങളിൽ ശരണം തേടുക എന്നത്. ഇത് മൂന്നും നേടിയവർ സുദുർലഭം. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ജീവിതം വളരെ ക്ഷണികം. അതിനാൽ മനുഷ്യജന്മം കിട്ടിയത് എന്തിനാണോ അതിനായി അരനിമിഷം പോലും കളയാതെ യത്നിക്കുക. ഭാര്യ നഷ്ടപ്പെട്ടയാൾ പുനർവിവാഹത്തിനും, മകനെ നഷ്ടപ്പെട്ട മഹാരാജാവ് പുത്രനെ കണ്ടെത്താൻ കാണിക്കുന്ന വെമ്പലിനും സമാനമാകട്ടെ ഈശ്വരനുവേണ്ടിയുള്ള നിങ്ങളുടെ വ്യാകുലത. ആലസ്യവും അജ്ഞാനവും അകറ്റി ആത്മചിന്തയിൽ മുഴുകൂ. അങ്ങനെയല്ലാത്തുള്ള ജീവിതം മൃഗതുല്യമാണ്. എന്താണിതിനുള്ള ഒരു പോംവഴി? മഹാത്മാക്കളുമായിട്ടുള്ള സംസർഗം. അത് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിലും നിരവധി പുണ്യഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിലും വളരെ വളരെ ഉപരിയാണ്. അനേകം നക്ഷത്രങ്ങൾ ഒരുമിച്ചുകൂടിയാലും സൂര്യനേകുന്ന പ്രകാശത്തിനു തുല്യമാകുമോ? അതുപോലെയാണ് മഹത്തുക്കളുമായിട്ടുള്ള സംസർഗം. അവരുടെ സാന്നിധ്യം തന്നെ ജീവരാശിയെ കർമ്മബന്ധ വിമുക്തരാക്കുന്നു. ഋഷികളുടെ ഋഷിയായിരുന്നു സായിനാഥ്. അവിടുത്തെ സാന്നിധ്യം ഏവർക്കും ആനന്ദമേകി. സദാ ആത്മനിമഗ്നനായിരുന്ന സായീശ്വരൻ എല്ലാറ്റിനെയും സമദൃഷ്ടിയിൽ കണ്ടു. ഞാനെന്നോ എന്റെ എന്നോ ഇല്ലാതെ എല്ലാവരിലും അവിടുന്ന് കരുണ ചൊരിഞ്ഞു. സായീശ്വരനെപ്പോലുള്ള ഋഷികളുടെ സംസ്പർഗത്താൽ ഒരുവനിൽ ക്ഷമ, ശാന്തി, നിസ്സംഗത്വം, ദാനം, ദയ, മനസ്ഥൈര്യം, അനഹങ്കാരം മുതലായ ഉത്തമഗുണങ്ങൾ പ്രകാശിക്കാൻ തുടങ്ങും.
സമസ്ത ചരാചരങ്ങളിലും ഈശ്വരസാന്നിധ്യം ദർശിക്കാനാകും. മഹാപ്രഭുവായ സായീശ്വരന്റെ ഒരു കടാക്ഷം മാത്രം മതിയായിരുന്നു കുചേലൻ കുബേരനാകാൻ. അങ്ങനെയുള്ള അവിടുന്ന് എങ്ങനെ ഷീർദിയിൽ ആഹാരം തേടിയിരുന്നു എന്ന് കേൾക്കൂ. തുണികൊണ്ടൊരു കുമ്പിളുണ്ടാക്കി കയ്യിൽ തകരപാത്രവും പിടിച്ച് അവിടുന്ന് ഷീർദിയിലെ വീടുകൾ കയറിയിറങ്ങി. ഓരോ വീട്ടിലും ചെന്ന് മോളെ എന്തെങ്കിലും കഴിക്കാൻ തരൂ എന്ന് ആ മഹാപ്രഭു വിളിച്ചു ചോദിച്ചു. അവിടുത്തേക്ക് ഭിക്ഷ കൊടുക്കാൻ മഹാഭാഗ്യം സിദ്ധിച്ച ഷീർദിയിലെ ഗ്രാമവാസികൾ എത്ര അനുഗ്രഹീതർ! ഗൃഹങ്ങളിൽ നിന്നും കിട്ടുന്നതെല്ലാം തുണിയിലും വരണ്ട പദാർത്ഥങ്ങൾ തകരപ്പാത്രത്തിലും ദ്രവരൂപത്തിലുള്ളവ ശേഖരിക്കും. നിശ്ചിത ഗൃഹങ്ങൾ കഴിഞ്ഞാൽ ഭിക്ഷാടനം അന്ന് നിർത്തുകയായി. പിന്നീട് കിട്ടിയതെല്ലാം കൂട്ടിക്കലർത്തും, മൺകലത്തിലിടും. നാവിനെ വെല്ലുന്ന ബാബയ്ക്ക് എന്ത് സ്വാദ്! രുചിയൊന്നും അവിടുന്ന് ഗൗനിക്കാറേയില്ല. ഈ മിശ്രിതം ആവശ്യത്തിനവിടുന്ന് കഴിക്കും. അതിനും സമയനിഷ്ഠയൊന്നുമില്ല. ബാബ കഴിക്കുമ്പോൾ ശ്വാനക്കളും കാക്കകളും പൂച്ചകളും ഭയലേശമില്ലാതെ ബാബയുടെ സമീപം ചെന്ന് തിന്നുണ്ടാകും. അവിടുന്നൊരിക്കലും അവറ്റെ ആട്ടിയോടിച്ചിട്ടില്ല. മസ്ജിദടിച്ചുവാരുന്ന സ്ത്രീയും അതിൽ നിന്ന് കുറച്ച് സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോകും. അതിന് ബാബ അവളെ വിലക്കിയുമില്ല. ജന്തുജാലങ്ങളെപ്പോലും ഓടിച്ചെറ്റാത്ത ബാബയ്ക്ക് എങ്ങനെ അസഹായരെ അകറ്റി നിർത്താനാകും? ഇത്തരം രീതി കാരണം ആദ്യകാലത്ത് ഷീർദിക്കാർ ബാബ ഭ്രാന്തനെന്ന് കരുതി. ഭ്രാന്തൻ ഫക്കീർ എന്നവിടുന്ന് കുറേക്കാലം അറിയപ്പെട്ടു. പക്ഷേ ഈ ഫക്കീർ പരമദയാലുവും ദാനശീലനുമായിരുന്നു. കുപ്പയിലെ ഈ മാണിക്യത്തെ തിരിച്ചറിഞ്ഞ പരിശുദ്ധഹൃദയരും അന്ന് ഷീർദിയിലുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ബായജാബായി, താത്യാകോട്ടയുടെ അമ്മ, പരമഭക്ത. ഉച്ചയാകുമ്പോഴേക്കും ആ അമ്മ ചപ്പാത്തിയും കറിയുമുണ്ടാക്കി ഒരു കൊട്ടയിലാക്കി കാട്ടിലേക്ക് പോകും. കുറ്റിക്കാടുകളിലും ഇടതിങ്ങിയ കാട്ടിലും ബാബയെ തേടി അവർ മെല്ലെ നടക്കും. എവിടെയെങ്കിലും വച്ചവർ ഭ്രാന്തൻ ഫക്കീറിനെ കണ്ടെത്തും. ആ തൃപ്പാദങ്ങളിൽ വന്ദിക്കും. പിന്നീട് ആഹാരം കഴിക്കാനായി പ്രാർത്ഥിക്കും. ബായാജബായിയുടെ ഭക്തിയും കാരുണ്യവും ഹൃദയവിശുദ്ധിയും കണ്ട് വാത്സല്യനിധിയായ ബാബ അവരുടെ പ്രാർത്ഥനയ്ക്ക് വഴങ്ങി. ആ അമ്മ ഇലയിട്ട് കൊട്ടയിൽ നിന്നും ആഹാരം വിളമ്പും, അവിടുത്തെ ഊട്ടും. ഈ സേവനം തുടരാൻ അവസാനവരെ സായീശ്വരൻ അവരെ അനുവദിച്ചിരുന്നു. ആ അമ്മയുടെ നിഷ്കളങ്കഭക്തി മൂലം ബാബ അവരുടെ പുത്രന് ക്ഷേമമേകി. അമ്മയ്ക്കും മകനും ബാബ ഈശ്വരൻ തന്നെയായിരുന്നു. ബാബ അരുളിയിട്ടുണ്ട്, സത്യത്തിൽ സന്യാസമാണ് രാജകീയം. എന്തെന്നാൽ അതെന്നെന്നും നിലനിൽക്കും. ഭൗതികമായ നേട്ടങ്ങൾ ക്ഷണികമാണ്. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ബാബ കാട്ടിലേക്ക് പോകുന്നത് നിർത്തി. അങ്ങനെ ബായാജബായിയെ കഠിനാധ്വാനത്തിൽ നിന്നും അവിട്ടുന്നൊഴിവാക്കി. ആരുടെ ഹൃദയത്തിലാണോ ഭഗവാൻ വാസുദേവൻ വസിക്കുന്നത്, ആ പുണ്യാത്മാവ് ധന്യധന്യൻ. ആ മഹത്തുക്കളുടെ സംസർഗം ലഭിക്കുന്ന ഭക്തജനങ്ങളും മഹാസുകൃതികൾ. താത്തിയും മാലസപതിയും അത്തരം മഹാസുകൃതികളായിരുന്നു. ഇവർ രണ്ടുപേരോടും സായീശ്വരനുണ്ടായിരുന്ന സ്നേഹം വിവരിനാതീതം. ഇരുവരും മസ്ജിദിൽ സായിക്കൊപ്പമുണ്ട് ഉറങ്ങി. രാത്രിയിൽ അവർ മൂവരും കിടക്കുന്നത് മൂന്നു ദിക്കിലേക്ക് ശിരസുവച്ചാണ്. പക്ഷെ നടുവിൽ പാദങ്ങൾ പരസ്പരം സ്പർശിച്ചിരുന്നു. അർദ്ധരാത്രി വരെ അവർ രസകരമായ കഥകൾ പറഞ്ഞിരിക്കും. ആർക്കെങ്കിലും ഒരാൾക്ക് ഉറക്കം വന്നാൽ മറ്റ് രണ്ടുപേരും കൂടി ഉറക്കക്കാരനെ കുലുക്കിയുണർത്തും, ഉറങ്ങാൻ സമ്മതിക്കില്ല. അവരെ കെട്ടിപ്പിടിച്ച് പലപ്പോഴും തന്റെ പ്രേമം സായീശ്വരൻ പ്രകടിപ്പിച്ചിരുന്നു. ആ കൃപയെ, അനുഗ്രഹത്തെ ആർക്കെങ്ങനെ അളക്കാനാകും? എത്ര ആനന്ദകരമായിരുന്നു അക്കാലം! പിതാവ് മരിച്ചതോടെ താത്തിക്ക് പ്രശ്നങ്ങളായി. വീട്ടിലാളില്ല. അതിനാൽ അദ്ദേഹം മസ്ജിദിൽ നിന്നും താമസം മാറ്റി വീട്ടുകാര്യങ്ങൾ ഏറ്റെടുത്തു. ഗണപത് കോട്ടെ പട്ടേൽ, ഷിർദി, ചന്ദ്രഭാനു ഷേട്ടു, രഹഡ, കുഷൻചന്ദ് എന്നിവരെ ബാബയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവരുടെയെല്ലാം ക്ഷേമകാര്യങ്ങളിൽ സായിനാഥ് അതീവ ശ്രദ്ധ ചെലുത്തി. ഇവരെ കൂട്ടി ബാബ ഇടയ്ക്ക് രഹഡയിലേക്ക് പോകും. യാത്ര കാളവണ്ടിയിൽ. അപ്പോൾ ഗ്രാമീണർ സായിയെ താളമേളങ്ങളോടെ എതിരേൽക്കാറുണ്ട്. ആ തൃപ്പാദങ്ങളിൽ അവർ നമിക്കും. സായി അവരെ അനുഗ്രഹിക്കും. തിരക്കൊഴിയുമ്പോൾ കുഷൻചന്ദ് സായീശ്വരനെ സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോകും. വേണ്ടവിധം പരിചരിക്കും. ബാബ അവരിൽ സന്തോഷമുണർത്താനായി സംസാരിക്കും. ഒടുവിൽ എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞ ശേഷം ബാബ ഷിർദിയിലേക്ക് മടങ്ങും. സായിനാഥന്റെ ഭൗതിക ശരീരം ഇതിനപ്പുറം പോയിട്ടില്ല. പക്ഷേ എവിടെ എന്തു നടന്നാലും അവിടുന്ന് ആ നിമിഷം അതറിഞ്ഞിരുന്നു. ബാബ തീവണ്ടി കണ്ടിട്ടേയില്ല. പക്ഷേ അവയുടെ വരവും പോക്കും സമയവിവരവും കൃത്യമായി അറിഞ്ഞിരുന്നു, പറഞ്ഞിരുന്നു. സായീശ്വരന്റെ വാക്കുകൾ അക്ഷരംപ്രതി അനുസരിച്ചവർക്ക് നേട്ടങ്ങളുണ്ടായി. അത് അവഗണിച്ചവർക്ക് ക്ലേശങ്ങളും അനുഭവിക്കേണ്ടിവന്നു. അക്കാര്യങ്ങളെല്ലാം അടുത്ത അധ്യായത്തിൽ വിവരിക്കാം. 8-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.